നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് പശ്ചിമേഷ്യയിലെ നിലവിലുള്ള സംഘർഷ സാഹചര്യങ്ങൾ. ഉദാഹരണം, ഇറാനും അമേരിക്കയും തമ്മിൽ ഏറെക്കുറെ ധാരണയിൽ എത്തി എന്ന് പറയപ്പെടുന്ന യുദ്ധവിരാമവുമായി ബന്ധപ്പെട്ട ഉടമ്പടിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി കാണാം. അപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ ഇറാൻ മുമ്പോട്ട് വെച്ചിട്ടുള്ള ചില പ്രപ്പോസല്, ഉദാഹരണം പാകിസ്ഥാന്റെ കൂടി നിർദ്ദേശപ്രകാരം അവരുമായി മധ്യസ്ഥതയിൽ വന്നിട്ടുള്ള പ്രപ്പോസലിൽ പ്രധാനമായും പറയുന്ന കാര്യം ഹോർമൂസിന്റെ നിയന്ത്രണം ഒരു കാരണവശാലും മറ്റുള്ള ഏജൻസികൾക്കോ അല്ലെങ്കിൽ അമേരിക്കക്കോ മറ്റുള്ളവർക്കോ ഇല്ല, പൂർണ്ണ അധികാരം ഇറാൻ തന്നെ കൈവശം വെക്കും എന്ന രൂപത്തിലാണ് അതിൽ മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. മാത്രമല്ല, നിലവിൽ അവർ പറയുന്ന കാര്യം വർഷങ്ങളായിട്ട് ഉപരോധത്തിൽ സാങ്ഷനിൽ കഴിയുന്ന രാജ്യം എന്ന നിലക്ക് ഇറാന്റെ കോടിക്കണക്കിന് മില്യൺ കണക്കിന് വരുന്ന ഡോളറുകളുടെ അടക്കമുള്ള ആസ്തികൾ അമേരിക്കയിലുണ്ട് നിക്ഷേപങ്ങളായിട്ട്. അപ്പൊ അത് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആസ്തികൾ ഇറാന് തിരിച്ചു കൊടുക്കണമെന്നാണ് ഒരു പ്രധാനപ്പെട്ട ഉപാധിയായിട്ട് അവർ മുമ്പോട്ട് പറയുന്നുള്ളത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും അംഗീകരിച്ച ശേഷം മാത്രമല്ല, ഇവിടെ ഇപ്പൊ നമുക്കറിയാം, ഇപ്പോൾ ഈ രണ്ടാം ഘട്ടത്തിൽ യുദ്ധം 60 ദിവസത്തെ യുദ്ധവിരാമത്തിന് ശേഷം സീസ് ഫയറിന് ശേഷം ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങൾ അത് നിലവിൽ ലബനാനിലെ ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം, മുമ്പ് ഫ്രഞ്ചുമായിട്ട് ഹിസ്ബുള്ളയും ഇസ്രായേലിന്റെയും കൂടി ഉള്ള മധ്യസ്ഥയിൽ നടന്ന ചർച്ചയിൽ മുമ്പോട്ട് വെച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് മറ്റേ തെക്കൻ ലബനാനിൽ ലിത്വാനി നദിക്ക് അപ്പുറത്തേക്ക് ഒരു കാരണവശാലും ഇസ്രായേൽ സൈന്യം കടക്കാൻ പാടില്ലെന്നും ഹിസ്ബുള്ള ലിത്വാനി നദിയുടെ അങ്ങേ ഭാഗത്തേക്ക് അവരും കടക്കാൻ പാടില്ല എന്ന രൂപത്തിലേക്ക് കരാറും ഉണ്ടായിരുന്നു. പക്ഷെ ആ കരാറ് കൂടി ലംഘിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് തെക്കൻ ലബനാനിൽ നിന്നും ലിത്വാനി നദി കടന്ന് ബെയ്റൂട്ട് കേന്ദ്രമായിട്ടുള്ള നീക്കങ്ങൾ നടത്തി. കാരണം 8ഓളം ഗ്രാമങ്ങൾ ഇസ്രായേൽ പിടിച്ചെടുത്ത സാധ്യത ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഭാഗത്തുനിന്ന് ഹിസ്ബുള്ളയുടെ ഭാഗത്തുനിന്ന് ചെറുത്തുനിൽപ്പുണ്ടെങ്കിലും ഇസ്രായേലിന്റെ ലബനാന്റെ ഭാഗമായിട്ടുള്ള ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളായിട്ടുള്ള ബെയ്റൂട്ടിനെ ലക്ഷ്യമാക്കി ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിട്ടുണ്ടായി കഴിഞ്ഞ ആഴ്ചയിൽ. അതിനുശേഷമാണ് അതിന് തിരിച്ചടി എന്ന നിലക്ക് ഇറാന് ഇസ്രായേലിൽ സൈനികമായിട്ടുള്ള ആക്രമണം നടത്തുകയും തിരിച്ച് ഇങ്ങോട്ട് ആക്രമണം ഉണ്ടായ സാധ്യത ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അമേരിക്ക വീണ്ടും ഇടപെട്ട് പ്രശ്നം വീണ്ടും വഷളാകാൻ സാധ്യത ഉണ്ടായത്, നമുക്കറിയാലോ. പക്ഷെ ഈ അമേരിക്കയുമായിട്ട് മുമ്പുണ്ടായ കരാറിൽ ലബനാനിൽ കൂടി ഉൾപ്പെടുത്തണം എന്നുള്ള കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ലാന്ന് ഇറാൻ ഇപ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. അതായത് ഈ വെടിനിർത്തൽ പൂർണ്ണമായിട്ട് നിലവിൽ വരണമെങ്കിൽ ഇസ്രായേൽ ലബനനിൽ നടത്തുന്ന അതിക്രമം കൂടി അവസാനിപ്പിക്കണം. ലബനിൽ യാതൊരുവിധ ആക്രമണവും ലബനനിൽ പാടില്ല. അത് തെക്കൻ ലബനനിൽ മാത്രമല്ല, എവിടെ ലബന്റെ ഒരു തരി മണ്ണിൽ പോലും പാടില്ല എന്ന രൂപത്തിലേക്കുള്ള ഉപാധി കൂടി വെച്ചിട്ടുണ്ട്. മറ്റൊന്ന് ആണവ വിഷയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ഈ ഉപാധികളിലേക്ക്, അതായത് ആദ്യം പറഞ്ഞ സാങ്ഷൻ കാരണം അമേരിക്കയിൽ കെട്ടിക്കിടക്കുന്ന ആസ്തികൾ മരവിപ്പിച്ചത് തിരിച്ചു കൊടുക്കുകയും നഷ്ടത്തിന് നഷ്ടപരിഹാരം കൊടുക്കുകയും എല്ലാം ചെയ്ത ശേഷം മതി സമ്പുഷ്ടീകരിച്ച യുറേനിയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ചർച്ച കടക്കൂ, രണ്ടാം ഘട്ടത്തെ കടക്കൂ എന്നാണ് ഇറാൻ മുമ്പോട്ട് വെക്കുന്നത്, ഇറാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇപ്പൊ നിലവിൽ ട്രംപ് ഈ വിഷയങ്ങളിൽ ഒരു പരിധിവരെ ട്രംപിന് സ്വീകാര്യമാണ്. പക്ഷെ എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഈ വിഷയം ഇതേ രൂപത്തിൽ മുമ്പോട്ട് പോയാൽ ഇസ്രായേൽ വലിയ രൂപത്തിൽ ആശങ്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അമേരിക്കയുടെ പൂർണ്ണ പിന്തുണ ഇല്ലാതെ ഇസ്രായേലിന് മുമ്പോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യമല്ല. പക്ഷെ എന്നാൽ ഇന്നിപ്പോ നിലവിലെ അവസ്ഥയിൽ ഇസ്രായേലില് പറയുന്നത് നിലവിൽ ലബനാനിൽ നിന്നും 10ഓളം വരുന്ന ഗ്രാമങ്ങളിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം ഇസ്രായേൽ സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോ അത് വരും ദിവസങ്ങളിൽ ഈ സമാധാന ഉടമ്പടി അത്ര പെട്ടെന്ന് നിലവിൽ വരുന്ന സാഹചര്യത്തിലേക്ക് എല്ലാ കാര്യങ്ങളും പോകുന്നതെന്ന് അറിയാൻ പറ്റും. കാരണം ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള ഈ നീക്കങ്ങൾ കൂടി ഒന്നുകൂടി ആശങ്ക ഉണ്ടാക്കുന്നതാണ്. എന്തായാലും കാര്യങ്ങൾ സുഖകരമായിട്ട് വരട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം. നിലവിലെ സാഹചര്യം ഇസ്രായേൽ അത്ര കണ്ട് ഈ ഉടമ്പടിയുമായിട്ട് സഹകരിക്കാത്ത സാഹചര്യം കൂടി ഉണ്ട്. അതാണ് നിലവിൽ മനസ്സിലാവുന്നത്. എന്തായാലും നമുക്ക് കൂടുതൽ വരും ദിവസങ്ങളിൽ മാത്രമേ ചിത്രം വ്യക്തമാകൂ.